15 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്ലേറ്റഡ് റവന്യൂ. നമ്മൾ രാജേഷ് എക്സ്പോർട്സ് കേസിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹെഡ്ലൈനാണ്. അപ്പോൾ അതിൽ ആസ് ആൻ FR സ്റ്റുഡൻറ്റ് നമ്മൾ ചോദിക്കേണ്ടത് ഇത് ഇൻഡേഴ്സ് 115 പ്രകാരം റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ എലിജിബിൾ ആണോ? അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റിലെ കൊമേഴ്ഷ്യൽ സബ്സ്റ്റൻസ് റിലേറ്റഡ് കണ്ടീഷനാണ്. ആ ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായാൽ മാത്രം പോരാ, അതുകൊണ്ട് ആ ബിസിനസ്സിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവണം. വെദർ ദാറ്റ് എക്സിസ്റ്റ് ഓർ നോട്ട്, അതാണ് സെബി ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമതായിട്ട് അതൊരു ജെനുവിൻ ട്രാൻസാക്ഷൻ ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവിടെ ഈ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന എൻറ്റിറ്റി വെദർ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് പ്രിൻസിപ്പൽ ഓർ ഏജൻറ്റ്. പ്രിൻസിപ്പൽ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, റവന്യൂ അവർ റെക്കഗ്നൈസ് ചെയ്തുപോലെ റെക്കഗ്നൈസ് ചെയ്യാം. നേരെ മറിച്ച് ഒരു ഏജൻറ്റ് കപ്പാസിറ്റിയിൽ നടന്ന ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവിടെയുള്ള കമ്മീഷൻ ഓർ ഫീ അതേ നമുക്ക് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ, നെറ്റ് ബേസിലെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് സെബി റേസ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പം ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കേസ് സെനേരിയോസ് ഇത് നിങ്ങൾക്ക് എക്സാമിനേഷനിലേക്ക് വരാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം FR പോലുള്ള സംഭവങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ റെലവൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സോട് കൂടി പ്രാക്ടിക്കൽ കേസ് സ്റ്റഡീസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് FR പഠിക്കണോ എങ്കിൽ ജൂൺ 22 മുതൽ തുടങ്ങുന്ന നമ്മളുടെ FR ബാച്ചിലേക്ക് നിങ്ങൾക്കും രജിസ്റ്റർ ചെയ്യാം. കോൺസെപ്ഷ്യലായിട്ട് FR പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.